എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. ജീവിതത്തിൽ 35 വർഷമായിട്ടുള്ള ഒരു യാത്രയാണ്. ആ യാത്രയിൽ കൂടെ നിന്ന ഒരുപാട് പേരുണ്ട്. വിജയങ്ങളും പരാജയങ്ങളും നമ്മളെ തളർത്തുകയും ഒരുപാട് സന്തോഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ സന്തോഷം തന്ന ഒരു സിനിമയാണ് തുടരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ടൈറ്റിൽ എന്ന് പറഞ്ഞത് അന്ന് തുടരുമെന്ന് പറഞ്ഞിട്ടതിന് ശേഷം ഒരു സ്വകാര്യ അഹങ്കാരമാണ്. എല്ലാ ലാലേട്ടനാണേലും ശോഭനയ്ക്കാണേലും പത്മഭൂഷൺ, നമുക്ക് പടത്തിന് കളക്ഷൻ, ഇതിൽ വർക്ക് ചെയ്തവർക്കെല്ലാം അങ്ങനെ എല്ലാ തരത്തിലും തിയേറ്ററുകാർക്ക് കളക്ഷൻ, ഇങ്ങനെ ഒരു എല്ലാം ഒത്തൊരുങ്ങുന്ന ഒത്തു കിട്ടുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് ജീവിതത്തിൽ വലിയ കാര്യമാണ്. ഒരു 12 വർഷം മുമ്പ് ഗോകുൽദാസ് എന്ന് പറഞ്ഞ കലാസംവിധായകൻ, അദ്ദേഹമാണ് സുനിൽ എന്ന് പറയുന്ന KR സുനിൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി എൻ്റെ അടുത്ത് വന്ന് ഈ കഥ പറയുന്നത്. അന്ന് ഈ കഥ കേൾക്കുമ്പോൾ തന്നെ, കഥ കേട്ടപ്പോൾ തന്നെ അത് എനിക്ക് ആ കഥ കേട്ടുകൊണ്ടിരിക്കും. ഇതൊരു ചെറിയ കുഞ്ഞു പടമായിട്ട് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ കഥ കേട്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഈ സിനിമയിൽ ഇന്ത്യയിൽ ആരും അഭിനയിക്കാനില്ല. അതുകൊണ്ടൊരു സത്യം പറയുകയാണ്, ഇതുവരെ ആരും റീമേക്ക് റൈറ്റ് വാങ്ങിച്ചിട്ടുമില്ല. കാരണം ആർക്കും അഭിനയിക്കാൻ കഴിയില്ല. സത്യസന്ധമായി പറയാണ്. കാരണം ഇതിൻ്റെ ചേട്ടനെ ഇരുത്തിക്കൊണ്ട് പറയേണ്ട കാര്യങ്ങളുണ്ട്. ഈ സിനിമയുടെ ഷൂട്ടിങ്ങിൽ ഇതുപോലെ സഹകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ എന്നോടോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാർ, ഈ ചെറിയ ചെറിയ ആളുകൾ വരെ ഇത്രമാത്രം സഹകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനകത്തെ കഷ്ടപ്പാടുകൾ ഇത്രമാത്രം വന്നിട്ടും ഒരു നിമിഷം പോലും ഒരു ചെറിയ പരിഭവം പോലും ഇല്ലാതെ ഇതിൻ്റെ കൂടെ നിന്ന ചേട്ടനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ശക്തി. സത്യസന്ധമായി പറയുകയാണ്, ഈ കഥ 12 വർഷം മുമ്പ് ആൻ്റണിയും ചേട്ടനും ഈ സിനിമ കേട്ട് അന്നു മുതൽ ഈ സിനിമ എന്തുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് എന്നോട് ചോദിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ലാലേട്ടനും ആൻ്റണിയും. പലപ്പോഴും പല കാരണങ്ങളുണ്ടായി. നമ്മുടെ കാര്യങ്ങളിലൊക്കെ പല ആളുകളും വരുമ്പോൾ ഒന്നും അത് കറക്റ്റാവുന്നില്ല, ചിലർക്ക് അതിൻ്റെ ഇമോഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചിലത് എഴുതുമ്പോൾ ശരിയാവുന്നില്ല. എല്ലാം പല നമ്മുടെ സുഹൃത്തുക്കളായ സംവിധായകർ ഇതിലൂടെ വന്നുപോയി. അപ്പോഴൊക്കെ പലപ്പോഴും നിരാശപ്പെട്ട് ഇതിന് നടക്കത്തില്ലേ അങ്ങനെയൊക്കെ ആലോചിച്ച ഒരു ഘട്ടമുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇപ്പം ആലോചിക്കുന്ന കാര്യം, ഇത്രയും വർഷം നടന്ന് ഇങ്ങനെയൊരു സിനിമ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും ഭാഗ്യമില്ലാത്ത ഒരു നിർമ്മാതാവായി ഞാൻ മാറിയനെ. എൻ്റെ കഠിനാധ്വാനം കൊണ്ടോ, എൻ്റെ പ്രാർത്ഥന കൊണ്ടോ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രാർത്ഥന കൊണ്ടോ ഒരു ചെറുപ്പക്കാരൻ എനിക്ക് വന്നു. അദ്ദേഹമാണ് തരുൺ മൂർത്തി. തരുൺ മൂർത്തി വരുമ്പോൾ ഈ കഥ തരുൺ ഈ കഥ പറയുന്നത് ഞാനാണ്. അപ്പോൾ സുനിൽ എന്ന് പറയുന്ന KR സുനിൽ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ കാര്യം കൂടെ പറയണം. സുനിൽ നല്ല ഫോട്ടോഗ്രാഫറാണ്. സുനിലിൻ്റെ ഫോട്ടോസ് ഈ പറയുന്ന പല സ്ഥലങ്ങളിലും ഭയങ്കര ഗംഭീരമായി, അല്ലെങ്കിൽ ഈ ബിനാലിലൊക്കെ കാണിക്കുന്ന അത്തരം ഫോട്ടോസ് എടുക്കുന്ന ഒരാളാണ് KR സുനിൽ. അദ്ദേഹം മാതൃഭൂമിയിൽ വാരാന്ത്യപ്പതിപ്പിൽ വളരെ നല്ല ലേഖനങ്ങൾ എഴുതുകയും അതൊക്കെ ഇപ്പോൾ ഒരു ബുക്ക് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുനിൽ വരും. സുനിൽ ഇല്ലാത്ത സമയത്ത് ഒരു ബിനാലെ നടക്കുന്നുണ്ട്. സുനിൽ ഇല്ലാത്തതുകൊണ്ട് തരുണിൻ്റെ അടുത്ത് ഞാൻ കഥ പറയുന്നു. ആദ്യം തന്നെ തരുണിനോട് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, എല്ലാം റെഡിയാണ്, എല്ലാം കാര്യമാണ്, ഇതിനകത്ത് ലാലേട്ടൻ ഉൾപ്പെടെയുള്ളത് റെഡിയാണ്, ഈ സിനിമ ചെയ്യാൻ തരുണിന് പറ്റുമോ? തരുണിന് പെട്ടെന്ന് ലാലേട്ടൻ എന്ന് പറയുമ്പോൾ തരുണിൻ്റെ ജീവിതത്തിൽ തരുണിന് വലിയ അത്ഭുതമാണ് ഉണ്ടായത്. കാരണം ചേട്ടാ ഇതൊക്കെ പറയുന്ന സ്വപ്നമാണോ എന്ന് ചോദിച്ചു. അല്ല, ഇത് കേട്ട് നോക്കുക എന്ന് പറഞ്ഞ് ഞാൻ കഥ പറയുന്നു. ആ കഥയിൽ നിന്നാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നു. അവിടുന്ന് പിന്നെ സുനിലുമായി ചേർന്ന് ഈ സിനിമയുടെ തിരക്കഥയും കാര്യങ്ങളും ശരിയാക്കുകയും അതിനുശേഷം ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടായി. അങ്ങനെ ഒരു നല്ല സിനിമയുടെ തിരക്കഥ ഉണ്ടായി. അതിനുശേഷം ഞാൻ ചേട്ടനോടും ഇത് പറയുമ്പോൾ അതിൽ ഒരു ചെറിയ കാര്യമെന്ന് പറയുന്നത് ചേട്ടൻ്റെ നിർദ്ദേശം വലിയൊരു സംഭവമായി മാറി. ഞങ്ങൾ ആദ്യം മദ്രാസിൽ കാർ ഓടിക്കുന്ന ഒരു ടാക്സി ഡ്രൈവറെയാണ് കണ്ടിരുന്നത്. ചേട്ടൻ പറഞ്ഞു, മദ്രാസിൽ കാർ ഓടിക്കുന്നത് അങ്ങനതിന് പകരം ഇതൊരു ഫൈറ്റർ ആയിരുന്നെങ്കിൽ അയാൾ എന്തെങ്കിലും കഷ്ടപ്പാട്, അത് ഭയങ്കര ഒരു പോയിൻ്റായിരുന്നു. അവിടെ നിന്നാണ് മുരുക. ഈ സിനിമയിലെ മുരുക എന്ന് മുരുകനെ വിളിക്കാത്ത ഞാൻ ഉൾപ്പെടെ ഒരു ഭാഗ്യചിഹ്നമായി
എപ്പോഴും ചേട്ടൻ്റെ സിനിമകളിലെ ഒരു ഭാഗ്യചിഹ്നമാണ്, എൻ്റെയും ചിഹ്നമാണ് മുരുകൻ. അവിടുന്ന് മുരുകനുണ്ടായി, ഒരു സിനിമ നല്ലതുണ്ടായി. അവിടെ ഷാജിയെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഡിക്സനെ പോലെ, ഗോകുൽദാസിനെ പോലെ, ജെയ്ക്സ്, വിഷ്ണു, ഷഫീഖിനെ പോലെയുള്ള, ബിനു പപ്പനെ ഉൾപ്പെടെ ഉള്ള ഒരു സംഘം ചെറുപ്പക്കാരുടെ ഒരു വലിയ പ്രയത്നം കൊണ്ടാണ് ഇത് പെട്ടെന്നൊരു സിനിമയായിട്ട് മാറി. ആ സിനിമയിലേക്ക് ശോഭന വരുന്നു. വിളിക്കുമ്പോൾ എങ്ങനെ ഞാനിതിൽ വരും? എനിക്ക് ഒരുപാട് പ്രോഗ്രാം, അംബാനിയുടെ അവിടെ എൻ്റെ പ്രോഗ്രാമുണ്ട്, എനിക്കിങ്ങനെ കുറച്ച് പ്രോഗ്രാം സെൻ്റർ ഉണ്ട്. അപ്പോൾ എനിക്കൊരു ലിസ്റ്റ് അയച്ചു തന്നു, ഇന്ന ദിവസങ്ങളിൽ ഞാനുണ്ട്, ആ ദിവസങ്ങൾ വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ സിനിമയിൽ ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്തിട്ടുള്ള, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു വലിയ മനസ്സുള്ള ഒരു മികച്ച നടിയാണ് ശോഭന. അതുപോലെ ഇതിനകത്തേക്ക് വന്നിരിക്കുന്ന ടെക്നീഷ്യൻസ് ഒരുപാട് പേരുണ്ട്. മണിയമ്പള രാജേട്ടൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേരെ നമ്മൾ കാസ്റ്റ് ചെയ്തു. ഒരു ജോർജ് സാറിൻ്റെ കഥാപാത്രം ഇവിടെ പല തരത്തിൽ നോക്കി. ഹിന്ദി നാളിലെ കൊണ്ടുവരുന്നു, മുടിവെട്ടും മറ്റേത് ചെയ്യും, ഒരുപാട് ചെയ്യും, അങ്ങനെ ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് നോക്കി നടക്കുകയില്ല. ഞങ്ങളുടെ മനസ്സിൽ ഇതാദ്യം ഒരു വളരെ സാധുവായ ഒരാൾ ഒരു സ്ഥലത്തു നിന്ന് അത് ഒരാളും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ വേണമെന്ന് ആലോചിച്ചിട്ട്, അങ്ങനെ ഒരു ദിവസം സുനിൽ KR സുനിൽ പറയുന്നു, എൻ്റെ ബുക്ക് ഇതുപോലെ കണ്ടിട്ട് ഞങ്ങളൊരു വളരെ അടുപ്പത്തിലായ ഒരാളാണ് പ്രകാശ് വർമ്മ, അദ്ദേഹത്തെ ഇതിന് പറ്റുമോ? അപ്പം ആ ഫോട്ടോ കാണുകയും ആ ഫോട്ടോ കണ്ടിട്ട് അപ്പം തന്നെ ഞങ്ങൾ പറഞ്ഞു അദ്ദേഹത്തെ വിളിക്കാൻ പറയുകയും, വിളിച്ചപ്പോൾ എനിക്ക് അഭിനയിക്കാനൊന്നും അറിയില്ല, ഞാൻ എൻ്റെ പടം മറ്റേ ഈ പരസ്യമായിട്ട് നടക്കുന്ന ഒരാളാണ്, അപ്പോൾ ഞാൻ അതുമായിട്ട് ജീവിച്ചു പോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്നേഹപൂർവ്വമായ നിർബന്ധത്തിൽ വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, എന്നെ പറ്റുമോ എന്നുള്ളൊരു കാര്യം നിങ്ങൾ നോക്കാൻ പറഞ്ഞു. അതിന് പറഞ്ഞ കാര്യങ്ങൾ എന്തറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ ആക്ടർ മോഹൻലാൽ, ശോഭന, നമ്മുടെ കമ്പനി, ഈ മറ്റേ അവാർഡ് കിട്ടിയ തരുൺ മൂർത്തി, ഇവരുടെ മുമ്പിൽ വന്ന് ഞാൻ പതറിയിട്ട് എനിക്കൊരു പ്രശ്നമാണ്, നിങ്ങൾ നോക്കൂ. അവിടെ പോയി ഞങ്ങൾ ഷൂട്ട് ചെയ്തൊരു വീഡിയോ എൻ്റെ കയ്യിൽ ഇന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ആദ്യം തന്നെ ലാലേട്ടനെ അയച്ചു കൊടുത്തു. ചേട്ടൻ എന്നെ അപ്പം തന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, രഞ്ജിത്ത് ഇത് നമ്മുടെ പ്രകാശ് വർമ്മയല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെ, എന്തോ ഇയാളുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞു. അവിടെ ഒരൊറ്റ തീരുമാനമാണ്, ജോർജ് സാർ, പ്രകാശ് വർമ്മ തന്നെ. ഇതിൻ്റെ ബാക്കി നേടിക്കെട്ടി പോകുന്നില്ല. ബിനു പപ്പ ഉൾപ്പെടെ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരുപാട് നല്ല, ഒരുപാട് കഷ്ടപ്പെട്ട എല്ലാ വിഭാഗത്തിലുള്ള പേര് പറഞ്ഞ് ഞാൻ നീട്ടുന്നില്ല. എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഈ മികച്ച ഒരു സിനിമ മികച്ച രീതിയിൽ കളിച്ച ഇതിൻ്റെ തിയേറ്ററുകാരോട് എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇതിനെ പ്രോത്സാഹിപ്പിച്ച നമ്മുടെ മാധ്യമങ്ങളുണ്ട്. ഇവിടെ എല്ലാ തരത്തിലും ഈ സിനിമയുമായിട്ട് സഹകരിച്ചുള്ള ഒരാളെ പോലും എനിക്ക് വിട്ടുപോകാതെ പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരുപാട് പേരുണ്ട്. എല്ലാവരോടും എൻ്റെ അകത്തു നിന്നും ഹൃദയത്തിൽ നിന്നും നന്ദി. പിന്നെ എന്നോടൊപ്പം ഇതിന് ശക്തിയായിട്ട് നിന്ന ചെപ്പി, അവന്തിക, ഇവരെയും ഞാൻ മറക്കുന്നില്ല. എൻ്റെ കുടുംബം, എൻ്റെ ചേട്ടനിവിടുണ്ട്. എല്ലാവരോടും ജീവിതത്തിൽ തീരാത്ത നന്ദിയുണ്ട്. നന്ദി തുടരും. ചേട്ടാ, നന്ദി പറഞ്ഞ് അവസാനിപ്പിക്കരുത്. അവസാനിപ്പിക്കല്ലേ. നമസ്കാരം. നമസ്കാരം. ചേട്ടാ, എന്തോ എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വെറുതെ അങ്ങനെ പോയാൽ പറ്റില്ല, ഒരു കാര്യം ചോദിക്കാനുണ്ട്. രഞ്ജേട്ടൻ 24 വയസ്സ് മുതൽ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് സിനിമകൾ, പണം വാരി ചിത്രങ്ങൾ തന്നെ ചെയ്യാറുണ്ട്. അല്ല, രഞ്ജിത്തേട്ടൻ പണം വാരിയ സിനിമകൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, ഇതെല്ലാം റെസ്പെക്റ്റും കൂടി കിട്ടിയ സിനിമകളായിരുന്നു. അതുകൊണ്ട് പക്ഷെ ഞങ്ങളുടെ ചോദ്യം ഇതൊന്നുമല്ല. ചോദിക്കട്ടെ. അതായത് മലയാള സിനിമയിലെ തമാശ ചിത്രങ്ങളുടെ ചരിത്രം എടുത്താൽ കോമഡി സിനിമകൾ കളക്ട് ചെയ്തതിൽ സർവകാല റെക്കോർഡ് അതുവരെ ഉള്ളത് ഭേദിച്ചൊരു സിനിമയായിരുന്നു 2 കൺട്രീസ്. അതെ, തീർച്ചയായിട്ടും. അതെ. അപ്പോൾ ആ സിനിമയുടെ സംവിധായകനായ ഷാഫി സാറിന് 2 കൺട്രീസ് നന്നായിട്ട് ഓടിയപ്പോൾ ഒരു ഓടി കാർ മേടിച്ചു കൊടുത്തതായിട്ട് നമുക്കറിയാം. അത് പറഞ്ഞു. അത് ഞങ്ങൾ മാത്രമല്ല അറിഞ്ഞത്, തരുൺ മൂർത്തിയും അറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞോ? അപ്പൊ തരുൺ ചേട്ടൻ ഇതറിഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചപ്പോൾ ചേട്ടൻ ഇറങ്ങി ഓടി എന്നൊരു കരക്കമ്പി ഞങ്ങൾ കേട്ടു. എന്താണ് അതിൻ്റെ വാസ്തവം? ശരിക്കും ഞാൻ അദ്ദേഹത്തിന് ഓടിക്ക് പകരം ബെൻസിനെയാണ് കൊടുത്തത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കാര്യമാണ് ബെൻസ് എന്ന് പറയുന്ന ലാലേട്ടൻ. അതുകൊണ്ട് ഇനി ഇവിടെ വച്ച് പറയാണ്, ഇന്ത്യയിലെ ഏറ്റവും മികച്ച, ഏറ്റവും ഇനി അതിനപ്പുറത്ത് ചെയ്യാൻ പറ്റാത്ത മോഹൻലാൽ എന്ന് പറയുന്ന ഒരാളെ വെച്ചിട്ടുള്ള അടുത്ത സിനിമയാണ് ഞാൻ അങ്ങോട്ട് കൊടുക്കാൻ പോകുന്നത്.
ഇവിടെ വെച്ച് പറയുന്നു, തരുൺ മൂർത്തി അടുത്ത മോഹൻലാൽ ചിത്രം ചെയ്യുന്നു. തരുൺ ചേട്ടാ ഇനി വന്നേ കയ്യടി തരുൺ ചേട്ടാ വിളിക്ക്. തരുൺ ചേട്ടാ, സംഭവം ഞങ്ങൾ പറഞ്ഞ് ഒപ്പിച്ചിട്ടുണ്ട്. സായിപ്പിന്റെ കിട്ടുന്നതിന്റെ പകുതി ഞങ്ങൾക്ക് രണ്ടുപേരും. എൻ്റെ ലൈഫിൽ സിനിമ ജീവിതം തുടങ്ങിയിട്ട് ഏതാണ്ട് 4 വർഷം കഴിയുകയാണ്. ഇതിനു മുമ്പ് ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് അതിൻ്റെ ഒരു മൊമെൻറ്റോ വാങ്ങാനോ അല്ലെങ്കിൽ മൊമെൻറ്റോ ഫംഗ്ഷനോ ഒന്നും നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. പക്ഷേ അത് ദൈവം ഈ ഒരു സ്റ്റേജിന് വേണ്ടി ഇതിങ്ങനെയാണ് നീ വാങ്ങേണ്ടതെന്ന് ഇവിടെ എഴുതി വെച്ച പോലെ താങ്ക് യു ചേട്ടാ. ഇത്രയും വലിയൊരു ഇവൻറ്റിൽ ഇത്രയും വലിയ സ്നേഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു സിനിമയുടെ വിജയം ആഘോഷിക്കാൻ പറ്റുന്നത് അതിൻ്റെ എഴുത്തുകാരൻ, സഹ എഴുത്തുകാരൻ, സംവിധായകൻ എന്നതിൽ വളരെ അഭിമാനമുള്ള കാര്യമാണ്. എഴുത്തുകാരൻ എഴുത്തുകാരനപ്പോൾ വിളിക്കണ്ട നമുക്ക്? തീർച്ചയായിട്ടും. ആ മുതൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ്. കാരണം 12 വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയതാണ് ഈ സ്ക്രിപ്റ്റുമായിട്ട് പുള്ളിയുടെ യാത്ര. അതിന്ന് ഇത്രയും വലിയൊരു സക്സസ്സിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അത് സ്വപ്നം പോലെ അല്ലേ? അത്രയും വലിയൊരു മൊമെൻ്റാണ് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ സുല്ലേട്ട അതിൽ വലിയൊരു സന്തോഷമുള്ളത്, ചില നേരത്തൊക്കെ ഞങ്ങളടക്കം നമ്മളെല്ലാവരും ചില സ്ക്രിപ്റ്റൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് റിജക്റ്റ് ചെയ്യുമ്പോൾ നിരാശ വരുമല്ലോ, ഉറപ്പായിട്ടും വരും. പക്ഷേ എത്ര നിരാശ വന്നാലും നല്ലൊരു സിനിമയാണ്, നല്ലൊരു കലയാണ് അത് നടക്കാൻ പോകുന്നതെങ്കിൽ അത് നടന്നിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ തുടരും. അതാണ് ഞങ്ങൾക്ക് ചേട്ടനോടുള്ള നന്ദി. അതെ, നമ്മൾ കഥ പറഞ്ഞ പല ആൾക്കാരും ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. 12 കൊല്ലം ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ ടൈം. 12 കൊല്ലേ കാണാട്ടെ, എല്ലാവരും കാണാം 12 കൊല്ലം കഴിഞ്ഞിട്ട്. സുല്ലേട്ടാ പറയൂ. ഈ 12 കൊല്ലത്തെ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഈ 12 കൊല്ലത്തെ ഒരു വലിയ കാത്തിരിപ്പല്ലേ, എങ്ങനെ സാധിച്ചു? എനിക്കതിനകത്ത് ഒന്നേ പറയാനുള്ളൂ. ഈ ആദ്യം കഥ പറയുമ്പോൾ രഞ്ജിത്തേട്ടനോട് ഞാൻ കഥ പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ ലാലേട്ടനൊക്കെ എനിക്ക് കയ്യെത്തി പിടിക്കാവുന്നേക്കാളും മേലെയാണ്. അപ്പോൾ ഞാൻ കഥ അല്ലെങ്കിൽ ആദ്യം എഴുതിയതിൻ്റെ സ്ക്രിപ്റ്റും ഷെയർ ചെയ്യുമ്പോൾ രഞ്ജിത്തേട്ടൻ പറഞ്ഞു, ലാലേട്ടനിലേക്ക് എത്തി. ലാലേട്ടനോട് ആദ്യം പറയുമ്പോൾ ലാലേട്ടൻ അത് ചെയ്യാമെന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, അത് ഹൃദയം കൊണ്ട് അത് ഏറ്റെടുക്കുമ്പോൾ പിന്നെ 12 കൊല്ലമല്ല 24 കൊല്ലമാണെങ്കിലും ഞാൻ കാത്തിരിക്കും. എനിക്ക് അത് മാത്രമല്ല, പിന്നെ രഞ്ജിത്തേട്ടൻ ഞാൻ സത്യത്തിൽ ഫോട്ടോഗ്രാഫറാണ്. രഞ്ജിത്തേട്ടൻ പറഞ്ഞു, അപ്പോൾ അത്തരം വർക്കുകളും അല്ലെങ്കിൽ അത്തരം എക്സിബിഷനുകളായിട്ടൊക്കെ മൂവ് ചെയ്യുമ്പോഴും ഞാൻ ഇടയ്ക്ക് രഞ്ജിത്തേട്ടനെ വിളിക്കും. ഇത്തരം ചിന്തകൾ വരും, ഈ കഥയെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ തേടി വരും. അപ്പോൾ രഞ്ജിത്തേട്ടൻ എത്രയോ വട്ടം വിളിച്ചിരിക്കുന്നു, എത്രയോ വർഷം വിളിച്ചിരിക്കുന്നു. അപ്പോൾ രഞ്ജിത്തേട്ടനൊരു എന്താ പറയുക, ഒരു പ്രൊഡ്യൂസറിന്, ഒരു ടിപ്പിക്കൽ പ്രൊഡ്യൂസറിൻ്റെ ഒരു ഫീലല്ല രഞ്ജിത്തേട്ടൻ്റെ മറുപടികളിൽ നിന്ന്. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു രഞ്ജിത്തേട്ടൻ ആ പടം ചെയ്യുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു ദിവസം എഴുതി, ഈ കഥയെ എന്നെക്കാളേറെ ഇഷ്ടപ്പെട്ട ഒരാളാണ് രഞ്ജിത്തേട്ടൻ, ചിപ്പി ചേച്ചി, അവന്തിക, ആ കുടുംബം. എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് നടക്കുന്നു. ആ ഉറപ്പിലാണ് ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത്. അതിനിടയിൽ പലരും വന്നുപോയി. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ബിനാലെ നാളിൽ അവിടേക്ക് വേറൊരാളും കൂടി കയറി വന്നു. അതിനു മുമ്പ് ഞാൻ കണ്ട സിനിമയുടെ സംവിധായകൻ തരുൺ വന്ന് എന്നെ കാണാൻ വന്നു. തരുൺ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞങ്ങളെൻ്റെ കഥ ഷെയർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ തരുണായിട്ട് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, തരുൺ ഈ സിനിമ ഞാൻ വെയിറ്റ് ചെയ്തതിൻ്റെ മറ്റൊരു കാരണം, ഇത്ര നാൾ ഞാനിതിന് വെയിറ്റ് ചെയ്തു എന്നുള്ളത് അർത്ഥം, ചില കാത്തിരിപ്പുകൾക്ക് ചില അർത്ഥങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, ചില കാത്തിരിപ്പുകൾ ചില കൃത്യമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ ലക്ഷ്യമായിരുന്നു തരുൺ. അങ്ങനെയാണ് പിന്നെ എനിക്ക് തോന്നുന്നു, എന്താ പറയുക, തിരക്കഥ നിഷാദ് എന്ന് പറയുന്ന എൻ്റെ ആത്മസുഹൃത്താണ്. നിഷാദ് യൂസഫിനാണ് ഇത് തിരക്കഥ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുന്നത്. തിരക്കഥ വായിച്ച സാധാരണ നിഷാദ് അതിൻ്റെ കുറ്റങ്ങളും അതിൻ്റെ ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷേ ആദ്യമായിട്ട് നിഷാദ് എനിക്ക് തിരിച്ചയച്ച മെസ്സേജ്, ഈ സിനിമ ഉറപ്പായിട്ടും 200 കോടി കടന്നിരിക്കും തരണേ, നീ സ്വപ്നം കണ്ടോ എന്നാണ്. അപ്പം ഇപ്പം എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ ഒപ്പം നിഷാദ് ഇല്ല. ഞാൻ നിഷാദിനെ ഞങ്ങളെല്ലാവരും ഓർക്കുന്നു, ഞങ്ങൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. എവിടെയോ ഉണ്ട്, അവനും ഇതൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളുടെ എല്ലാവരുടെ ആത്മാർത്ഥ സുഹൃത്താണ് നിഷാദ്. എവിടെയോ ഇരുന്നതൊക്കെ കാണുന്നുണ്ട്. അളിയ നമ്മൾ 200 കോടി അടിച്ചു. എന്തായാലും ഇവിടെ ആദ്യം തന്നെ രഞ്ജിയേട്ടൻ മിഷനോടൊക്കെ ഒരു കാര്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഓരോരുത്തരെ ഇങ്ങനെ വിളിച്ച് കയറ്റരുത്, അങ്ങനെ നമ്മളൊരു നല്ലൊരു ടോക്കിലൂടെ അങ്ങനെ പോകണം എന്നുള്ളതാണ്. പക്ഷെ അടുത്തൊരാളെ ഉണ്ടല്ലോ എനിക്ക് വിളിച്ച് കയറ്റാതെ പറ്റില്ല. കാരണം അതൊരു മാസ് എൻട്രി ആയിരിക്കണം. അതാണ് വിളിക്കട്ടെ. ഈ സിനിമയായിട്ട് ഏറ്റവും ബന്ധമുള്ള ഒരാളെ ഞാൻ വിളിക്കാൻ പോകുന്നത്. അത്
അത് പറഞ്ഞു. അത് സുനിലേട്ടൻ തന്നെ പറയണായിരിക്കും. അതാണ് എൻ്റെ ഭംഗി. എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറയായിരുന്നാണ്, ഈ സിനിമയായിട്ട് രഞ്ജിത്തേട്ടനെ പോലെ ഞാൻ ആദ്യമായിട്ട് ഈ കഥ പറയുമ്പോൾ ഒരു രഞ്ജിത്തേട്ടൻ പറഞ്ഞിട്ട് മറ്റൊരാളോട് ഞാൻ ഈ കഥ ഷെയർ ചെയ്യേണ്ടി വന്നു. കുറേ തിരക്കുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം നല്ല തിരക്കുള്ള സമയത്താണ് ഞങ്ങൾ ഈ കഥ ഞാനും ഗോകുൽദാസും കൂടി ഷെയർ ചെയ്ത്. അപ്പോൾ ഞാനൊക്കെ ഫൈൻ ആർട്സ് കോളേജിൻ്റെ പശ്ചാത്തലം ഒക്കെ ഉള്ളത്, ഞാനും ഗോകുലും അതെ. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ ഇതൊരു അവാർഡ് സിനിമ അല്ലെങ്കിൽ വേറെ ടൈപ്പ് ക്ലാസ് സിനിമ ഒക്കെ ചിലപ്പോൾ ആയിരിക്കാം ഞങ്ങളുടെ രൂപമൊക്കെ കണ്ടപ്പോൾ. അദ്ദേഹം പറഞ്ഞു, സുനിലെ, ഞാൻ ഈ കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനത് പറയും, എൻ്റെ ഒരു ക്യാരക്ടർ അതാണ്, ഞാൻ ഒന്നും മനസ്സിൽ വയ്ക്കില്ല, ഞാൻ ഷെയർ ചെയ്യും, നിങ്ങൾ കഥ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ഞങ്ങൾ ഉള്ളൊന്ന് പാളി. എന്ന് വെച്ചാൽ അങ്ങനെ ഈ കഥ പറഞ്ഞു തുടങ്ങി. ഈ കഥ പറഞ്ഞു തുടങ്ങിയപ്പോൾ 1-2 സീനുകൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ഇതിലേക്ക് വളരെ ഇന്നായി. ഓരോ സീനുകളെ കുറിച്ചും ഇങ്ങോട്ട് ചോദിക്കുക. ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇത് എവിടെ ഷൂട്ട് ചെയ്യണം, ഇത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഈ കഥ ഭയങ്കരമായിട്ട് ഓടുകയും അദ്ദേഹം കണ്ട എനിക്ക് തോന്നിയ ഒരു കാര്യം, ഞാൻ ആദ്യമായിട്ട് ഈ കഥ പറയുമ്പോൾ രഞ്ജിത്തേട്ടനും ലാലേട്ടനും ഈ ഞാൻ പറയുന്ന വ്യക്തിയും ഈ ബെൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൻ്റെ ഇടവേളകളിൽ ഈ സിനിമയ്ക്കും ജീവിതത്തിൻ്റെ ഇടയിലുള്ള ഓട്ടങ്ങളിൽ ബെൻസ് എന്ന് പറഞ്ഞൊരു ഡ്രൈവറെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, അത് വളരെയധികം റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞ ആളാണ് അടുത്ത് വരേണ്ടത്. അത് മറ്റാരുമല്ല, ഈ സിനിമയ്ക്കൊപ്പം ആ കാലം തുടങ്ങി ഈ കാലം വരെ ഞങ്ങൾക്കൊപ്പം കട്ടയ്ക്ക് നിന്ന, അതിഭയങ്കരമായ സ്നേഹത്തോടെ നിന്ന, എപ്പോൾ കാണുമ്പോഴും ഈ കഥയോടുള്ള സ്നേഹം എന്നോട് കാണിച്ച ഞങ്ങളോട് കാണിക്കുന്ന ആന്റണി ചേട്ടൻ. യെസ്, ആന്റണി ചേട്ടാ. അതായത് ലാലേട്ടനെ വെച്ച് 32 സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ ബാക്കി ലഭിച്ച ആളാണ് ആന്റണി ചേട്ടൻ. ആന്റണി ചേട്ടാ, സന്തോഷം. രഞ്ജിത്തേട്ടൻ, ഇത് ഞങ്ങളുടെ ഒരു സിനിമയുടെ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന പോലെയാണ്. ശരിക്കും സ്വന്തം പടത്തിൻ്റെ ആഘോഷത്തിൽ പങ്കെടുക്കുന്ന ഒരു മാനസികാവസ്ഥയുടെയാണ് ഇവിടെ നിൽക്കുന്നത്. മോഹൻലാൽ സാർ, സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഒരു സിനിമ പോകുമ്പോൾ മോഹൻലാൽ സാർ അതിലുണ്ടാകുന്നു എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ആ നിമിഷമാണ്. അത് അതിയായ സന്തോഷത്തോടെ ഞാനത് പ്രാർത്ഥിക്കുന്നു എല്ലാവരോടും. ഞാൻ ലാൽ സാറിൻ്റെ കൂടെ നടക്കുന്ന കാലം മുതൽ രഞ്ജിത്തേട്ടനെ എനിക്കറിയാം. ഞാൻ പരിചയപ്പെടുമ്പോഴും രജപുത്ര രഞ്ജിത്തേട്ടൻ എന്ന് മനസ്സുകൊണ്ട് പറയാറുണ്ട്. അപ്പോൾ രഞ്ജിത്തേട്ടൻ്റെ സുനിലും കൂടി വന്ന് എനിക്ക് 12 വർഷമായെന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 12 വർഷം മുൻപ് ഇങ്ങനെ ഒരു കഥ വന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ മോഹൻലാൽ സാറിൻ്റെ കുറേ സിനിമകളുടെ കഥകൾ കേൾക്കുന്ന ആൾ തന്നെയാണ്. പലപ്പോഴും പല ആൾക്കാരും അതിനെക്കുറിച്ചൊക്കെ പറയാറുണ്ട്. പക്ഷേ സത്യം, ഞാൻ കഥ കേൾക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കഥ കേൾക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ പതിയുന്ന കഥകൾ നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വയ്ക്കും. അത് നമ്മളുടെ കൂടെ യാത്ര ചെയ്യും. അപ്പം നമ്മളത് പിന്നീടായാലും പല ദിവസങ്ങൾ, ഒരാഴ്ച, ഒരു മാസം കഴിയുമ്പോൾ ഒക്കെ വീണ്ടും ലാൽ സാറിൻ്റെ അടുത്ത് ആ കഥ എനിക്ക് വീണ്ടും പറയാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ലാൽ സാറിന് അറിയാം, പക്ഷേ എന്നാലും നമ്മുടെ മനസ്സിൽ നിന്നത് നമ്മൾ വിട്ടുപോകില്ല. 12 വർഷം മുൻപ് കേട്ട ഈ തുടരും എന്ന സിനിമയുടെ കഥയും എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ രഞ്ജിത്തേട്ടൻ, ശരിക്കും പറഞ്ഞാൽ രഞ്ജിത്തേട്ടനെ കുറിച്ച് പറഞ്ഞാൽ, ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു നിർമ്മാതാവ് ഇത്രയും കാത്തിരിക്കുന്നു, ഒരു എഴുത്തുകാരൻ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത കാലമാണ്. കാരണം വരുന്ന പ്രൊഡ്യൂസേഴ്സ് നമ്മളൊരു കഥ കേട്ട് നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളോട് സംസാരിക്കാത്ത വരെ പ്രൊഡ്യൂസേഴ്സുണ്ട്. അപ്പോൾ അതിനെ കൂടെ നിന്നില്ല, കുഴപ്പമില്ല, നമുക്ക് നല്ലത് വരെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കൂടെ നിന്ന രഞ്ജിത്തേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ അതിനുപോലെ സുനിൽ ഇത് എന്താ പറയുക, രഞ്ജിത്തേട്ടൻ്റെ ഫംഗ്ഷൻ ഇത് എത്രയോ പ്രാവശ്യം മാറ്റി. ഒരു പ്രാവശ്യം മാറ്റുന്നത് സുനിൽ ഇല്ല എന്നുള്ള കാരണം കൊണ്ട് മാത്രമാണ്. അപ്പോൾ രഞ്ജിത്തേട്ടൻ കൂടെ നിൽക്കുന്നവരെ ചേർത്ത് വയ്ക്കുന്ന ആ ഒരു രീതി കൊണ്ടാണ് ഇന്ന് ഇത്രയും ആൾക്കാരും വരുന്നത്. ചേട്ടൻ എല്ലാവരെയും കാണിക്കുന്നൊരു സ്നേഹമാണ്. അതുപോലെ ആ പ്രൊഡക്ഷനോട് കാണിക്കുന്ന ഒരു സ്നേഹം ഏറ്റവും മനോഹരമായിട്ട് ആ സിനിമ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും ഞാനൊക്കെ, ഇത് എൻ്റെ കാര്യമാണ് കേട്ടോ ഞാനീ പറയുന്നത്, മോഹൻലാൽ സാറിനെ വെച്ചൊരു സിനിമ ചെയ്യണമെന്നൊരു നിർമ്മാതാവ് നമ്മളെ സമീപിക്കുമ്പോൾ മോഹൻലാൽ സാറിനെ അവരെങ്ങനെ കാണുന്നു, എങ്ങനെ നോക്കാൻ സാധിക്കുന്നു, ആ സിനിമയെ എങ്ങനെ സമീപിക്കുന്നു എന്ന് നമുക്ക് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടിൽ ശരിയെന്ന് തോന്നുന്നതിൻ്റെ കൂടെ കൂടുതൽ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ തുടരും എന്ന സിനിമയുടെ കഥ ലാൽ സാറുമായിട്ട് സംസാരിച്ചു. ഒരു പ്രാവശ്യം മാറി, 2 പ്രാവശ്യം മാറി, അങ്ങനെ പല പ്രാവശ്യം മാറി. 11 വർഷത്തോളം ഇത് മാറിപ്പോയതിന് ശേഷം ലാസ്റ്റ് എല്ലാം ഓക്കെ, തരുൺ വരുന്നു. തരുൺ വന്ന് നമ്മൾ കണ്ട ആ സിനിമയിൽ നിന്ന്, നമ്മുടെ മനസ്സിലുള്ള സിനിമയിൽ നിന്ന് നമ്മളെ ഞെട്ടിച്ച് വേറൊരു ലോകത്ത് കൊണ്ടുപോയിട്ടാണ് തരുൺ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്.
ശരിക്കും സത്യമായ കാര്യം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കഥ പറയുന്ന രീതി കാണുന്നത്. അപ്പോൾ അത് നമ്മളെ വളരെയധികം കൊതിപ്പിച്ചു. ലാൽ സാറും അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സംസാരിക്കുകയും അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുകയും ഇതിൻ്റെ വിജയത്തിൻ്റെ എല്ലാ സംഭവങ്ങളും ഞങ്ങളും മനസ്സിലാക്കിയ ആൾക്കാരാണ്. കാരണം അങ്ങനെ ഇരുന്ന് നമ്മൾ താഴെ നിന്ന് ഞാനും രഞ്ജിത്തേട്ടനും ഞങ്ങൾ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം തീരുമാനങ്ങളും ലാൽ സാറുമായി സംസാരിച്ചതിന് ശേഷം ബാക്കിയെല്ലാം സംസാരിക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് എനിക്ക് ശരിക്കും രഞ്ജിത്തേട്ടൻ്റെ ഫോണിൽ നിന്ന് ആൻ്റണി എന്ന് പറഞ്ഞ രഞ്ജിത്തേട്ടൻ എനിക്കൊരു ഫോൺ തന്നു. അപ്പോൾ ഫോൺ തന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവന്തികയായിരുന്നു, രഞ്ജിത്തേട്ടൻ്റെ മകളാണ്. അപ്പോൾ മകൾ എന്നെ വിളിച്ചിട്ട് പറയുന്നത്, അങ്കിൾ ഇത് അതായത് ശരിക്കും എനിക്ക് തോന്നുന്നു വർഷങ്ങൾ മുൻപ് മുതൽ ഈ സിനിമയുടെ കാര്യം കേൾക്കുന്നു, ഇപ്പം നടക്കും, അത് കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോൾ നടക്കുന്നില്ല, ഇങ്ങനെ നടക്കാത്ത കുറേ കാലം 10-12 വയസ്സ് മുതൽ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കുമല്ലോ. അപ്പോൾ ഈ പ്രാവശ്യമെങ്കിലും അതിനൊരു തീരുമാനമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ മകൾ വിളിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ കോള് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് എന്തായി അങ്കിൾ ഈ സിനിമയുടെ കാര്യങ്ങളെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് കൃത്യമായ ഉത്തരം പറയേണ്ടി വന്നു. ശരിക്കും ലാൽ സാറിൻ്റെ മനസ്സ് എനിക്ക് അറിയാവുന്നത് കൊണ്ട് ആ ഉത്തരം എനിക്ക് ആ കോളിൽ നിന്ന് പറയാൻ പറ്റി രഞ്ജിത്തിൻ്റെ മോളുടെ അടുത്ത്. ശരിക്കും ആ മൂമെൻ്റാണ് ഈ സിനിമയുടെ മുമ്പോട്ടുള്ള എൻ്റെ മനസ്സിൽ നടന്ന ഒരു യാത്ര. ശരിക്കും ലാൽ സാർ അത് കേട്ടതിന് ശേഷം പറഞ്ഞപ്പോൾ എനിക്കറിയാം, എനിക്കൊരു ഫ്രീഡം ഉള്ളതുകൊണ്ട് അത് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചു. അതുപോലെ തന്നെ ഈ സമയത്ത് ചിപ്പിയെക്കുറിച്ചും ഒരു വാക്ക് പറയുന്നു. എല്ലാ സ്നേഹവും എല്ലാ സപ്പോർട്ടും എപ്പോഴും നിങ്ങളങ്ങോട്ട് കൊടുക്കുന്ന രഞ്ജിത്തുമായിട്ടുള്ള ആ ഒരു സൗഹൃദത്തിൽ നിന്ന് വർത്തമാനം പറയുമ്പോഴൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതുപോലെ വെയിറ്റ് ചെയ്ത് ഇത്രയും മനോഹരമായൊരു സിനിമ നിങ്ങളുടെ രഞ്ജിത്തേട്ടൻ്റെ കുടുംബത്തിന് കിട്ടിയെന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായി സ്നേഹത്തോടെ കാണുന്നു. അതിയായ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഇനി മുൻപോട്ടും ഇതുപോലെ ഉള്ള അതിമനോഹരമായ ചിത്രങ്ങൾ ഉണ്ടാകട്ടെ. അത് മോഹൻലാൽ സാറിലൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടരും.